ഇവിടെ നിന്ന് ഇറങ്ങിയ ഞാൻ ഭാര്യ മക്കളെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും താമസം മാറും. പറ്റിയ പഴയ വർക്ക്ഷോപ്പ് പണി തന്നെ തുടങ്ങും. വർക്ക്ഷോപ്പ് ഇടുകയാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടണേ ചേട്ടാ. വല്ല സാധനങ്ങളൊക്കെ എടുത്തുനിന്ന് ഞാനും ജീവിച്ചോളാം. അടുത്തൂന്നേ എത്രയെന്നും പറഞ്ഞ മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുന്നേ. എന്തോന്നാണോ എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന? ഒരു പുതിയ അഡ്മിഷൻ ഉണ്ട്. എന്തോന്നാടാ നോക്കിയിരിക്കുന്നത്? കേറോട്ട്. അയ്യോ സാറേ, ഈ സാറിനെ കയറി എടാ പോടാ എന്നൊന്നും വിളിച്ചേക്കല്ലേ, ആകെ കുഴപ്പാവും. എന്തു കുഴപ്പം? ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. ഈ സാറിനെ എനിക്ക് നേരത്തെ അറിയാവുന്നതാ. പണി പാലും വെള്ളത്തിലൊക്കെ തരും. സാറ് ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. തലക്കടിച്ച് ബോധം കെടുത്തി ഏതെങ്കിലും അലമാരെ കയറ്റി പൂട്ടി വെച്ച് കളയും നമ്മളെ. ആഹാ, ഐറ്റം കൊള്ളാലോ. ഐറ്റം കൊള്ളാവുന്നത് കൊണ്ടാ എടാ പോടാന്നൊന്നും വിളിച്ചേക്കില്ലെന്ന് പറഞ്ഞത്. DGP വരെ സാറെന്ന് വിളിക്കുന്ന സാറാ ഈ നിൽക്കുന്ന സാറ്. ഇവിടെ സാറും കുട്ടിയൊന്നുമില്ല. മര്യാദക്ക് നിന്നില്ലേ ഇടി കൊണ്ട് നട്ടല് വെള്ളാവും. പോക്കറ്റടിക്കാരനായാലും കൊലപാതകയായാലും കള്ളനായാലും ദുഷ്ടനായാലും ഇവിടെ ഒരുപോലെയാ. അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ഇവിടെ നിന്നോണം. കേറാ, കേറോട്. അങ്ങനെ താനിവിടെ എത്തിയല്ലേ? കോടതിയിൽ കയറി നിന്ന് സ്വയം കുറ്റമേറ്റെടുത്ത് നീ ഗൗതമനെ രക്ഷപ്പെടുത്തി കളഞ്ഞല്ലേ? നീയും ഞാനും ഇതിന്ന് പുറത്തിറങ്ങും. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. കുറുക്കനെ കൂട്ടിലടയ്ക്കുന്നവരെ ഉള്ളു ബുദ്ധിമുട്ട്. ഒന്ന് അകത്തായി കിട്ടിയാ പിന്നെ തുറന്നു വിടാതിരുന്നാ പോരെ. ആ പണി ഗൗതം സാർ നിധി മാഡം കൂടെ നോക്കിക്കോളും. ഇനി അതല്ല, അവരുടെ കൂടും പൊളിച്ച് താൻ പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ തന്നെ ഞാൻ ഇതിനകത്തിട്ട് തീർക്കും. ഒരുപാട് വിളയല്ലേ പവിത്ര നീ. ഇപ്പോഴും എന്റെ ആൾക്കാർ പുറത്തുണ്ട്. ഭാര്യയും മോളും വീട്ടിൽ തനിച്ചാണെന്ന കാര്യം മറക്കരുത്. 2 പെൺ ശരീരങ്ങൾ പിച്ച് ചീന്തിയ നിലയിൽ തെരുവിൽ കിടക്കും ചിലപ്പോ. ഇവരെ ഇങ്ങനെ തന്നെ തീർത്തേക്കട്ടെന്നാ. പെണ്ണുങ്ങളെ മേൽ കൈവെക്കുന്ന ഇവരെ ഒന്നും വെച്ചേക്കാൻ പാടില്ല. വിട്ടേരടാ, ചിലപ്പോ ഇവ നന്നാവുന്നെങ്കിലോ. പറയുന്നതനുസരിച്ച് നിന്നാ തനിക്ക് വന്ന ഷേപ്പിൽ തിരിച്ചു പോവാ. അല്ലെങ്കിൽ ഇവിടുന്ന് പെട്ടിയിലാക്കി തിരിച്ചയക്കും. ഇരിയടാ അവിടെ. കയ്യിലിരിപ്പ് ശരിയായില്ലെങ്കിലേ ഏത് കൊലകൊമ്പനും മുട്ടുപടക്കി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ദൈവമാണ് നിന്നെ എന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചത്. നിന്റെ യഥാർത്ഥ ശിക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഗൗതം ഇതെവിടെ പോയി? ഗൗതം ഇവിടെ ഇല്ലേ? മിക്കവാറും ബാൽക്കണിയിൽ പോയി നിൽക്കാവും. നോക്കാം. ഇവിടെയും ഇല്ലല്ലോ. അപ്പൊ പിന്നെ എവിടെ പോയതായിരിക്കും?
മിക്കവാറും ആള് ടെറസിൽ കാണും. സാധാരണ ടെൻഷൻ വരുമ്പോഴാണല്ലോ ടെറസിലേക്ക് പോകുന്നത്. ഇപ്പൊ എന്തായിരിക്കും പ്രശ്നം? എന്തായാലും ഒന്ന് ടെറസിൽ പോയി നോക്കാം. അയ്യോ, വലിയ ധൈര്യശാലിയാണെന്നാണ് വെപ്പ്. പക്ഷേ പേടിച്ച് വിറച്ചൊരു പരുവായി പോയി. എന്റെ നിധിക്കുട്ടി ഇത്രയൊക്കെ ഉള്ളൂന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അച്ചോടാ, പേടിച്ചു പോയോ? ഏട്ടനൊരു തമാശ കാണിച്ചല്ലേ. മോള് പേടിക്കണ്ട കേട്ടോ. നിധി, പോവല്ലേ. ഞാൻ CKC എന്ന മതയാനയ്ക്കെതിരെ മുഖാമുഖം നിന്ന് പോരാടുന്ന നിധി എന്ന പെൺപുലി ഇങ്ങനെ പേടിച്ചു വിറയ്ക്കാൻ പാടുണ്ടോ? എന്ത് പറഞ്ഞാലും ശരി, ഭയം വന്നു കഴിഞ്ഞാൽ ഈ പെൺപുലി വെറും മാൻപേടെ ആവുന്ന എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. തമാശ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഗൗതം. ഞാൻ എന്തുമാത്രം പേടിച്ചു പോയിന്നറിയോ? ആണോടാ മുത്തേ, പേടിച്ചു പോയോ? ആ പേടി മാറ്റാൻ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. എനിക്കൊരു കുന്തവും വേണ്ട. എങ്കിൽ പിന്നെ കെട്ടിപ്പിടുത്തം ക്യാൻസർ. പകരം ദേഹത്ത് തൊടാതെ അകന്ന് നിന്നുകൊണ്ട് ഈ നെറ്റിയിലും കണ്ണിലും മൂക്കിലും ചുണ്ടിലും ഒക്കെ